പ്രശസ്തമായ ആറന്മുള വള്ളസദ്യയുടെ പേരിൽ വൻ തട്ടിപ്പ്. വള്ളസദ്യയിൽ പങ്കെടുപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഓൺലൈൻ വഴി 500 രൂപ മുതൽ 5000 രൂപ വരെ വാങ്ങിയാണ് തട്ടിപ്പുകാർ ആളുകളെ ആറന്മുളയിൽ എത്തിക്കുന്നത്. ക്ഷേത്രത്തിലെത്തുമ്പോൾ മാത്രമാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ട വിവരം ഭക്തർ അറിയുന്നത്. തട്ടിപ്പിനെതിരെ പള്ളിയോട സേവാ സംഘം പോലീസിൽ പരാതി നൽകി. ആറന്മുള വള്ളസദ്യയുടെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയാണ് ആളുകളെ കബളിപ്പിക്കുന്നത്. വള്ളസദ്യയിൽ പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഒരാളിൽ നിന്ന് 500 രൂപ മുതൽ ഇവർ ഈടാക്കുന്നുണ്ട്. എന്നാൽ പണം നൽകി ക്ഷേത്രത്തിലെത്തുമ്പോഴാണ് സദ്യ ലഭിക്കില്ലെന്ന യാഥാർത്ഥ്യം ഭക്തർ അറിയുന്നത്. വള്ളസദ്യയ്ക്കായി പള്ളിയോട സേവാ സംഘം നൽകുന്ന സ്പെഷ്യൽ പാസുകൾ 10 ദിവസം മുൻപ് തന്നെ പൂർണ്ണമായും തീർന്നിരുന്നു. ഇക്കൊല്ലം ഇനി സ്പെഷ്യൽ പാസുകൾ ലഭ്യമാകില്ലെന്ന കാര്യം മറച്ചുവെച്ചാണ് സംഘം ആളുകളിൽ നിന്ന് പണം തട്ടുന്നത്. ഒരാൾക്ക് 500 രൂപ വെച്ച് മേടിച്ച് ഇവിടെ സൗകര്യങ്ങളെല്ലാം ചെയ്തുതരാൻ തലേദിവസം വന്നാൽ ഹോട്ടലിലടക്കം എല്ലാ റൂമുകളും ചെയ്തു തരാവുന്ന വ്യാജേന മേടിക്കുകയും അയാളുടെ ഒരു വാട്സപ്പ് നമ്പറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ കൊടുത്തത് ഇന്നലെ രാത്രിയിൽ അവർ വിളിച്ചിട്ട് അവരോട് പറഞ്ഞത് തൽക്കാലം അത് വരരുത്, ഞാൻ ഇവിടെ ഇല്ല, എന്നെ സസ്പെൻഡ് ചെയ്തു മാറ്റി, അതുകൊണ്ട് വരല്ലെന്നുള്ളത്. പക്ഷേ അവർക്ക് അന്നേരം ഒരു ബോധ്യമുണ്ടായി, ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങളിത് അറിയുന്നത്. അപ്പം അത് കഴിഞ്ഞ് ശേഷം ഉച്ചയായപ്പം വേറെ ആൾ ഫോണിൽ വിളിച്ചു, ഇങ്ങനൊരു ബിപിൻ ദാസ് ഉണ്ടോ, അവരിൽ നിന്ന് 4000 രൂപ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ആയപ്പോൾ തന്നെ നമ്മൾ പരാതിയായി ഉന്നത പോലീസ് അധികാരികളെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അടക്കമുള്ളവരെ രേഖാമൂലം നമ്മളത് അറിയിച്ചിട്ടുണ്ട്. കേസെടുക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പള്ളിയോട സേവാ സംഘത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ പള്ളിയോടക്കരക്കാർ വഴിയോ അതുമല്ലെങ്കിൽ വഴിപാടുകാർ വഴിയോ മാത്രമേ വള്ളസദ്യകൾ ലഭിക്കുകയുള്ളൂ എന്ന് ഭാരവാഹികൾ ഭക്തർക്ക് മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വെളിയിൽ ആര് സ്വീകരിച്ചാലും അതെടുക്കരുത്. ഒന്നീ പള്ളിയോടക്കരക്കാർ അല്ലെങ്കിൽ വഴിപാടുകാർ, ഇത് രണ്ടുപേർക്കും ഈ കൂപ്പൺ കൊടുക്കാൻ പറ്റും. ഇവർ രണ്ട് കൂട്ടരും ഒരു കാരണവശാലും സാമ്പത്തികം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നവരല്ല, അതാത് കരകൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വഴിപാടാണ്, അത്തരത്തിൽ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. തട്ടിപ്പിൽപ്പെട്ട് പണവും സമയവും നഷ്ടപ്പെടുന്ന കൂടുതൽ പേർ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പള്ളിയോട സേവാ സംഘം ആറന്മുള സ്റ്റേഷനിൽ 2 പരാതികൾ നൽകിയിട്ടുണ്ട്. ഭക്തരെ കബളിപ്പിക്കുന്ന ഇത്തരം തട്ടിപ്പു സംഘങ്ങൾക്കെതിരെ കർശന നിയമ നടപടി വേണമെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.